ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉണ്ണീശോയുടെ എല്ലാ അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ക്രിസ്മസ് ആഘോഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിൽ സന്തോഷവും ഹൃദയത്തിൽ സമാധാനവും നിറഞ്ഞു നിൽക്കട്ടെ. ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മുടെ വേദനകളെയും വിഷമങ്ങളെയും മറന്ന് നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ, നമ്മുടെ അന്തരംഗത്തിൽ കുടികൊള്ളുന്ന ആ വേദന മറക്കാൻ നമുക്ക് സാധിക്കണം. ഇന്ന് പരിശുദ്ധ മറിയവും വിശുദ്ധ യൗസേപ്പും എല്ലാ പ്രതീക്ഷകളും അടഞ്ഞപ്പോഴാണ് അവർക്ക് ഉണ്ണീശോയെ വരവേൽക്കാൻ സാധിച്ചത്. മറിയം വേദനയിൽ ഒത്തിരി സഹനത്തിൽ കൂടി, വിശുദ്ധ യൗസേപ്പും ഒത്തിരി വേദനയിലും സഹനത്തിലൂടും കൂടി കടന്നു വന്നു. തിരസ്കരണത്തിൻ്റെ നേരെ തിരസ്കരണം. ഉണ്ണീശോയ്ക്ക് പിറക്കാൻ ഒരിടമില്ലാതെ എല്ലാ വാതിലുകളും അടഞ്ഞുപോയപ്പോൾ തുറക്കപ്പെട്ട ഒരു വാതിലായിരുന്നു പശുത്തൊഴുത്ത്. പശുക്കൾക്ക് തിരിച്ചൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് അവർ ഉണ്ണീശോയെ വരവേൽക്കാൻ തീരുമാനിച്ചു. പിതാവായ ദൈവം ഒരു വഴി അവിടുന്ന് കാണിച്ചു കൊടുത്തു. അത് മനുഷ്യന് ആഗ്രഹിക്കുന്നത് പോലെ, ഇഷ്ടപ്പെടുന്നത് പോലെ ഉള്ള വഴിയല്ല. രാജാതിരാജന് ജനിക്കുവാൻ ഒരു പശുത്തൊഴുത്ത്. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നാം ഓരോരുത്തരും ഒത്തിരി പ്രതീക്ഷയിൽ കഴിയുന്നവരാണ്, പ്രത്യാശയോടെ ജീവിക്കുന്നവരാണ്. നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമാണ് കർത്താവിൻ്റെ വരവ്. ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന നമുക്ക്, കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരിക്കുന്ന നമുക്ക്, കാത്തിരിപ്പിന് ഒരു അന്ത്യം കുറിക്കുന്നതാണ് ഈ ക്രിസ്മസ്. നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരു പൂർത്തീകരണമാണ് ഈ ക്രിസ്മസ്. നമ്മുടെ പ്രതീക്ഷയ്ക്കുള്ള പ്രതിഫലമാണ് ഈ ക്രിസ്മസ്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരി കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. അതിനാൽ ക്രിസ്തുവിനെ, ദൈവപുത്രനായ ഈശോയെ, നമുക്ക് വേണ്ടി ഈ ഭൂമിയിലെ കഷ്ടതകൾ അനുഭവിക്കുവാൻ, ഈ ഭൂമിയിലെ സഹനങ്ങൾ, നാം ഓരോരുത്തരും അനുഭവിക്കുന്ന സഹനങ്ങൾ രുചിച്ചറിയുവാൻ യേശു ക്രിസ്തുവിനെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യനായി പിറക്കാൻ പിതാവായ ദൈവം ഇടപെട്ടു. അതിനാൽ ഇന്ന് നമ്മുടെ വേദനകളെ തിരിച്ചറിയാവുന്ന, നമ്മുടെ ദുഃഖവും തകർന്ന പ്രതീക്ഷകളെ തിരിച്ചറിയാവുന്ന, നമ്മുടെ പ്രശ്നങ്ങളെ, അസമാധാനമുള്ള നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പരാജയത്തെ, നമ്മുടെ തകർച്ചകളെ തിരിച്ചറിയാവുന്ന ദൈവപുത്രനായ യേശു ഇന്ന് നമ്മോടുകൂടെ. അവൻ ഇമ്മാനുവേലാണ്. ക്രിസ്തു നമ്മോടുകൂടെ, ദൈവം നമ്മോടുകൂടെ. നമ്മുടെ കണ്ണുനീരൊപ്പുവാൻ, നമ്മുടെ സഹനങ്ങളിൽ തുണയായിരിക്കുവാൻ, നമ്മുടെ വേദനകളെ അതിജീവിക്കുവാൻ, നമ്മുടെ വെല്ലുവിളികളെ മറികടക്കുവാൻ ക്രിസ്തു നമ്മോടുകൂടെ. ഇന്ന് നമ്മുടെ ആവശ്യങ്ങളെയെല്ലാം സമർപ്പിച്ച്, നമ്മുടെ ദുഃഖവും വേദനയും നിരാശയും സമർപ്പിച്ച്, നാം ഇപ്പോൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ ഉണ്ണീശോയുടെ പുൽത്തൊട്ടിലേക്ക് സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. രാജാക്കന്മാരോടൊപ്പം ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, നീ ഒരു പുതിയ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. പഴയ വഴി ഇനി പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഒരു പുതിയ വഴി, ക്രിസ്തുവായ ഒരു വഴി കാണിച്ചു തരണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമുക്ക് ദൈവവചനം കേൾക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഹെരോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയായിലെ ബത്ലഹേമിൽ യേശു ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്തു നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട്
അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദേസ് രാജാവ് അസ്വസ്ഥനായി, അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുക. അപ്പോൾ ഹെരോദേസ് ആ ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴെന്ന് സൂക്ഷ്മമായി ആകാംക്ഷയോടെ അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുൻപേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. ഹെരോദേസിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ പുതിയ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളെ നീ നല്ലൊരു ഉറക്കം ഉണർത്തി ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഒരു ക്രിസ്മസ് കൂടി ആഘോഷിക്കുവാൻ ഞങ്ങൾക്ക് നീ ആയുസ്സും ആരോഗ്യവും നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, ഉണ്ണീശോയെ കാണാൻ വന്ന രാജാക്കന്മാർ, അവർ ജ്ഞാനികളായ രാജാക്കന്മാർ, അവരെ നയിച്ച നക്ഷത്രം, യേശുവിലേക്ക് അവരെ കൊണ്ടുവന്ന നക്ഷത്രം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിലും ഉദിപ്പിക്കണമേ. ക്രിസ്തുവിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി നിന്റെ വഴിയും സത്യവും ജീവനുമായ ഞങ്ങളുടെ പ്രകാശമായ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുരാജനെ ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. എൻ്റെ കർത്താവായ ദൈവമേ, നിന്റെ അനന്തമായ സ്നേഹത്താൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ വീണ്ടെടുക്കാൻ, പാപത്തിനടിമകളായിപ്പോയ മനുഷ്യരെ വീണ്ടെടുക്കാൻ നിന്റെ അനാദി മുതലുള്ള പദ്ധതിയുടെ ഭാഗമാണ് ഉണ്ണീശോയുടെ ഈ ജനനം. ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ പിറന്ന് മനുഷ്യന്റെ വേദനകളും പ്രയാസങ്ങളും സഹനങ്ങളും ദുഃഖങ്ങളും തകർച്ചകളും പരാജയങ്ങളും നഷ്ടങ്ങളും രോഗങ്ങളും ഒറ്റപ്പെടലും പരിഹാസങ്ങളും അപമാനങ്ങളും എല്ലാം അടുത്തറിഞ്ഞ് അവനെ പ്രതീക്ഷയിലേക്ക്, പുതിയ പ്രത്യാശയിലേക്ക് നയിക്കാൻ, പുതിയ വഴിയെ നടക്കാൻ പിതാവേ അങ്ങനാദി മുതലേ തീരുമാനിച്ചതാണല്ലോ ഈ ക്രിസ്മസ് ദിനം ഓർമ്മിപ്പിക്കുന്നത്. 2000 വർഷം മുൻപ് ക്രിസ്തു ബത്ലഹേമിൽ ഭൂജാതനായപ്പോൾ ആ ജ്ഞാനികൾക്കുണ്ടായ സന്തോഷം, ആ ആട്ടിടയന്മാർക്കുണ്ടായ സന്തോഷം, സ്വർഗത്തിലെ സകല മാലാഖമാർക്കുമുണ്ടായ സന്തോഷം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നീ നിറയ്ക്കണമേ. ക്രിസ്തുവിനെ കണ്ടവർ ആരും, ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ആരും അവർ വന്ന വഴിയെ, അവർ ഇതുവരെ ജീവിച്ചു വന്ന വഴിയെ ഇനി ജീവിക്കാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ ക്രിസ്തുവിനെ കണ്ടവർക്ക് പഴയ വഴി തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല. രാജാക്കന്മാർ ഇത്രമാത്രം ജ്ഞാനികളായിട്ട് പോലും ക്രിസ്തു എന്ന വലിയ പ്രകാശത്തെ കണ്ടപ്പോൾ, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ അവർ നേരിട്ട് കണ്ടപ്പോൾ അവർ കമിഴ്ന്നു വീണ് കുമ്പിട്ട് ആരാധിക്കുകയും ക്രിസ്തുവിൻ്റെ വഴിയെ, ഒരു പുതിയ വഴിയെ അവർ മുന്നേറുകയും ചെയ്തു. ജ്ഞാനികൾ ക്രിസ്തുവിനെ കണ്ടപ്പോൾ
അവർക്ക് പോലും പഴയ വഴി നല്ലതല്ല എന്ന് തോന്നി. പഴയ വഴി ആപത്തിൻ്റെയും അപകടത്തിൻ്റെയും നഷ്ടങ്ങളുടെയും പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനകളുടെയും സഹനങ്ങളുടെയും വഴിയാണ്. എന്നാൽ ഇന്ന് ക്രിസ്തുവിനെ കണ്ട ജ്ഞാനികൾ ഒരു പുതിയ വഴി തെരഞ്ഞെടുത്തു. പിതാവേ, ഇന്ന് ഞങ്ങളുടെ മുൻപിലും നീ ഒരു പുതിയ വഴിയായി വന്ന്, പുതിയ അനുഗ്രഹമായി വന്ന്, പുതിയ സന്തോഷമായി വന്ന്, പുതിയ ലക്ഷ്യമായി വന്ന്, പുതിയ പ്രത്യാശയായി വന്ന്, പുതിയ പ്രതീക്ഷയായി വന്ന്, കഴിഞ്ഞതെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം നയിക്കാൻ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനികൾ കണ്ട നക്ഷത്രം കർത്താവേ ഇന്ന് ഞങ്ങളെയും വഴി നടത്തട്ടെ. യേശുവേ, ലോകത്തിൻ്റെ പ്രകാശമായ ദിവ്യ ഈശോയെ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, ഞങ്ങളുടെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാ അന്ധകാരവും മാറ്റാൻ പ്രകാശമായ ഈശോയെ ഞങ്ങളിൽ ഉദിക്കണമേ, ഞങ്ങളിൽ ജനിക്കണമേ. വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായ ഈശോയെ, ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി ഞങ്ങൾ നിന്നെ ആഹ്വാനം ചെയ്യുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ രക്ഷയ്ക്ക്, ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും രക്ഷയ്ക്കു വേണ്ടി ഭൂജാതനായ ഈശോയെ, ഒരിക്കലും ഇനി ഞങ്ങൾ പഴയ വഴി പോകാതെ വഴിയും സത്യവും ജീവനുമായ ഈശോയെ, അങ്ങയുടെ പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും കർത്താവെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. അതിനായി അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുന്നതിനും കർത്താവേ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ രാത്രി മനുഷ്യനിൽ നിറവേറ്റപ്പെടും എന്ന് ബോധ്യപ്പെടുന്നതിനും ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കുവാൻ, ആ ജനനത്തിൽ സന്തോഷിക്കുവാൻ നൽകിയ പാപങ്ങളെ ഉപേക്ഷിച്ച് വഴി നിത്യതയുടെ സന്തോഷവും ലാളിത്യവും പരിശുദ്ധ ജീവിതം ഞങ്ങൾക്ക് നൽകി ദൈവത്തിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ജീവിതം എന്നും ഒരു ക്രിസ്മസ് എല്ലാവരുടെയും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തിൽ എന്നും ക്രിസ്തുവിന്റെ സന്തോഷം നിലനിർത്തണം. ആരാധനയും ഞങ്ങളുടെ കുടുംബത്തിൽ, മനസ്സിൽ, ഹൃദയത്തിൽ ക്രിസ്തുവിന്റെ സമാധാനം നിലനിർത്തണമേ. പരിശുദ്ധ ദൈവമായിരിക്കുന്ന അവസ്ഥയിൽ യോസേപ്പ് മാറ്റം നൽകാൻ നിങ്ങൾ വഴിയായ ഈശോയെ കാലിത്തൊഴുത്തിലെ നിങ്ങൾ എങ്ങനെ വരവേറ്റുകളെല്ലാം അത് തുറക്കപ്പെടട്ടെ എന്ന് ഞാനും ഞങ്ങൾ ഓരോരുത്തരും എന്നെ കേൾക്കുന്ന ഓരോരുത്തരും സഹായങ്ങൾ ആവശ്യപ്പെട്ട സന്തോഷീകം പ്രാർത്ഥിക്കങ്ങളെ നിറയ്ക്കണം. ഈശോനെ ഞങ്ങളും അതുപോലെ സ്വീകരിക്കാം. പോലെ ഞങ്ങളും സ്വീകരിക്കാം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കും പിതാവേ ഞങ്ങൾക്കും അനുഗ്രഹം നൽകണം. നിന്റെ അനുഗ്രഹങ്ങൾ ഈ മക്കളുടെ മേൽ യാത്ര ചെയ്യുന്ന ക്രിസ്മസ് ആഘോഷിക്കുന്ന ഇന്ന് ഈ പ്രാർത്ഥന അപകടവും എല്ലാവർക്കും അവരുടെ ഭവനത്തിന്റെ സകല അനുഗ്രഹങ്ങളും നന്മകളും നൽകി സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സന്തോഷിപ്പിയുടെ നാമം മനസ്സിന് സമാധാനം നൽകണം. അങ്ങയുടെ ശരീരത്തിന് സൗഖ്യം നൽകണം. തിരുമനസ് അന്തരാത്മാവിനെ പോലെ ഭൂമി പകരണമേ. ആഹാരം എല്ലാം കൊണ്ടും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ദിനമാക്കി ഇവരുടെ കടങ്ങളും പാപങ്ങളും സാധിച്ചു കൊടുക്കണം. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഒന്നിച്ചു ചേരുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. എന്തുകൊണ്ട് ഞങ്ങളുടെ ആഘോഷവേളകളിൽ പങ്കെടുക്കുന്ന സകലരെയും നീ അനുഗ്രഹിക്കുന്നതാകുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തെ, കുടിക്കുന്ന പാനീയങ്ങളെ നീ ആശീർവദിക്കണമേ. സ്ത്രീകളിൽ നിന്റെ നാമം മഹത്വത്തിനു വേണ്ടി ഇന്ന് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ ഞങ്ങളുടെ ഭവനങ്ങളെയും കുടുംബത്തെയും പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് പ്രകാശമായും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ ഓരോരുത്തരും നിറഞ്ഞ മറിയമേ സ്വസ്തി, ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. സ്തുതിയും അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ആമേൻ. പരിശുദ്ധ മറിയമേ ദൈവമാതാവേ അമ്മേ,
വിശുദ്ധ യോസേപ്പ് പിതാവേ, എങ്ങനെ കാലിത്തൊഴുത്തിൽ നിങ്ങൾ ഈശോയെ വരവേൽപ്പിച്ചുകൊള്ളണമേ. ഒന്നുമില്ലായ്മയിൽ സകലത്തിന്റെയും നാഥനായ ഈശോയെ നിങ്ങൾ എങ്ങനെ സ്വീകരിച്ചു, അതുപോലെ ഇന്നും എന്നും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശോ സർവാധിപനായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുവാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിപ്പോഴും ഞങ്ങളുടെ മരണയുടെ വഴിയെ നടക്കുവാനോട് ഞങ്ങൾക്ക് ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ ആട്ടിടയന്മാർക്കും ഉണ്ടായ സന്തോഷം ഇന്ന് ഞങ്ങൾക്കും ലഭിക്കുന്നതിന് സർവശക്തനായ ദൈവം കണ്ടവർക്ക് ഇന്ന് ദുഃഖരാത്രിയിൽ ഇടയില്ല. ക്രിസ്തുവിനെ കണ്ടവർക്ക് ഇനി വേദനകൾ പാടില്ല. നന്മകളും അനുഗ്രഹങ്ങളും സമാധാനവും സന്തോഷവും അതിനാൽ പ്രകാശവും നിറഞ്ഞ ഈ രാത്രിയിൽ പിതാവേ പരിപോഷിപ്പിക്കട്ടെ, ഞങ്ങൾ സുഖപ്പെടുത്തട്ടെ, ഞങ്ങൾ നമുക്ക് സന്തോഷിക്കുവാൻ സകല ഭയങ്ങളിൽ നിന്നും ജീവിതം ക്രിസ്തുവിനു വേണ്ടി ഓരോരുത്തരും മോചിതരാകട്ടെ. പുതിയ വഴിയെ നടക്കും നാളത്തെ പുലരിയിൽ ശക്തമായി ആഘോഷിക്കുവാൻ നാം ഓരോരുത്തരും ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗം ആരോഗ്യവും നൽകി ഈ സുദിനത്തിൽ ഉണർത്തി അനുഗ്രഹിക്കട്ടെ. മാതാവേ, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ സംസർഗവും അങ്ങയുടെ നാമം പൂജിതമാകളോടും നിങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് ക്രിസ്തുവിനെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം ഒരു പുതിയ വഴി നിങ്ങൾക്കായി തുറന്നു തന്ന് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും സകല നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ജീവന്റെയും പുനരുത്ഥാനത്തിൻ്റെയും വഴി നിങ്ങൾക്കായി തുറന്നു തന്ന്, പ്രകാശത്തിൻ്റെ വഴി നിങ്ങൾക്കായി തുറന്നു തന്ന് അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നും എന്നും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്മസിന്റെ എല്ലാ ആശംസകളും സമാധാനവും സന്തോഷവും സകല നന്മകളും ഞങ്ങൾ നിങ്ങൾക്കായി നേരുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. സാധിക്കുമെങ്കിൽ ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.